എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അശോക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇനാഗ്രേഷൻ സെറിമണിയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ഇനാഗ്രേഷൻ. ചിങ്ങം 1 ഓഗസ്റ്റ് 17. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കേ. ഹലോ ഗൈസ്, ഇന്ന് അണിറോസിന്റെ യൂക്കാടനാണ്. യൂക്കാടത്തിൽ എല്ലാരും വന്ന് കുറെ തിരക്കാണ്. ഞങ്ങൾ ഇന്നലെ അണിറോസിനെ കാണാൻ പോയി. അണിറോസ് ഗോൾഡൻ ഡയമണ്ട് അണിറോസ്. ഇതിന്റെ മോളാണ് പറഞ്ഞത്. ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരുന്നപ്പോ ഞാനും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കുറച്ച് ഭാഗം പറഞ്ഞു. അപ്പൊ എന്തായാലും കിടക്കട്ടെ എന്ന് ഓർത്ത് ഞാനും. ദിവസത്തിന്റെ മാറ്റുകൂട്ടാൻ കൂട്ടാനായിട്ട് പഞ്ചവാദ്യത്തിന്റെ അനുമതിയോടുകൂടി തന്നെ ആഘോഷമായി ആരംഭിക്കാനായിട്ട് പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടെ തന്നെ അശോക് ഗോൾഡ് ഡയമണ്ട്സിനെ ഒഫീഷ്യലായി
ഏറെ ആഗ്രഹമായിരുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു. പത്മിനി പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ പ്രാർത്ഥിക്കും തോണി നിൻപദം ഒന്നൊന്നായി. ബ്യൂട്ടിഫുൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അശോക് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും മഹത്തായ മുഹൂർത്തമായിരുന്നു ആദ്യ വിൽപ്പന ചടങ്ങുകൾ. ഏറെ മനോഹരമായിട്ട് തന്നെ അത് പൂർത്തിയായിരിക്കേണ്ട വേദിയിൽ. അപ്പോൾ ഇനി ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഗോൾഡ് കോയിൻസ്, സ്വർണ്ണ നാണയമാണ് സമ്മാനം. സ്വർണ്ണ നാണയം സ്വന്തമാക്കുന്ന the most luckiest personalities in ബ്രഹ്മമന്ദിരം ആരൊക്കെയാണെന്ന് അറിയാൻ ഞാനും ഹണി റോസും നമ്മളെല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. അപ്പൊ അധികം വൈകാതെ തന്നെ നമുക്ക് ഗോൾഡ് കോയിൻസ് ആണ് അശോക് ഗോൾഡ് ഡയമണ്ട് സമ്മാനിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് the most luckiest personalities of this day, the stars of this day. നമുക്ക് നോക്കാം. ഹണി റോസ് തന്നെയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. ലക്കിയസ്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് തിരഞ്ഞെടുത്താലോ? അപ്പൊ 10 പേരിൽ ആദ്യത്തെ ആളെ ഹണി റോസ് തിരഞ്ഞെടുക്കാൻ പോവാണ്. Let's find out the winners. നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആദ്യത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാം. ഹണി റോസ് 10 പേരിൽ ആദ്യത്തെ ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഞാൻ അനൗൺസ് ചെയ്തതിനേക്കാൾ ഇഷ്ടം ഹണി പറയുന്നതാണ്. സോൾവ് ചെയ്യൂ. കുമാരി ഹണി റോസ്. കുമാരി മാത്രമേ ഉള്ളൂ. ആരാണ്? ഇവിടെ എല്ലാ കുമാരിമാരാണ് ഒറ്റ നോട്ടത്തില്. ആരാണ് ഈ കുമാരി? മൊബൈൽ നമ്പർ പറയാമോ? ഇല്ലല്ലോ. എങ്ങനെ അറിയും? ലഭിച്ചിരിക്കുന്ന പേര് കുമാരി എന്നാണ്. അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കയ്യേറുത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ ഉണ്ടോ കുമാരി? ഇവിടെ ഉണ്ടോ കുമാരി? ഉണ്ടെങ്കിൽ വേഗം വേദിയിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം നമ്പർ പറയണം. ഫോൺ വിളിക്കാമെന്നാണ് പറയുന്നത്. അടുത്ത എടുത്തോട്ടെ. അപ്പൊ ഫസ്റ്റ് വിന്നറിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. കുമാരിയാണ് ഫസ്റ്റ് വിന്നർ. അപ്പൊ ഇനി സെക്കൻഡ് വിന്നറിനെ കണ്ടെത്താം. ഫോൺ ചെയ്തതിനു ശേഷം നമുക്ക് കൺഫേം ചെയ്യാവുന്നതായിരിക്കും അല്ലേ? ഇനി സെക്കൻഡ് വിന്നർ and that is ജ്യോതിഷ് പിയർ. അവിടെ ഒരു ബഹളം കേൾക്കുന്നുണ്ട്. ഉണ്ടോ? ആളോടുണ്ടോ? ഓ, ജ്യോതിഷ് ചേട്ടൻ വരുന്നുണ്ട്. സെക്കൻഡ് വിന്നർ ആണല്ലേ? Yes, Jyotish is the second winner and congratulations. നല്ലൊരു കൈയ്യടി പറയാം. അതുപോലെ ഫോൺ നമ്പർ പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി മൂന്നാമത്തെ ഭാഗ്യശാലി ലക്കി പേഴ്സണാലിറ്റി that is ശാന്തി പ്രിയൻ മധുവാണോ? എന്തോ ശാന്തി പ്രിയൻ മധു. ശാന്തി പ്രിയൻ മധു വലിയൊരു പേരാണ്.
അതുണ്ടെങ്കിൽ ആള് വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുമാരി എത്തിക്കഴിഞ്ഞു നമ്മുടെ വേദിയിലേക്ക്. ഇത്രയും തിരക്കിനിടയിൽ വേദിയിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ നല്ലൊരു കൈയടിയോടുകൂടി തന്നെ ഗോൾഡ് പോയിന്റ് സമ്മാനിക്കാം. Congratulations and thank you so much for joining on to the stage. അപ്പോ നമ്മളുടെ നെക്സ്റ്റ് പേഴ്സണാലിറ്റി മൂന്നാമത്തെ ആളായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തത്. ശാന്തി പ്രിയൻ മധു ഇതിനോട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കുപ്പിളിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നാലാമത്തെ മാത്രമല്ല ഇരട്ടി മധുരമാണ്. അടുത്ത് നിന്നൊരു സെൽഫി കൂടിയാണ് അശോക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഈ ഒരു വേദിയിൽ വെച്ച് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. ഹണി റോസ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഗോൾഡ് എടുക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവർ ഗോൾഡൊക്കെ എടുത്ത് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ബൈ ബൈ.